ഹൈ ഡിയേഴ്സ്, നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് വെച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങാം. ഇവിടെ 1 + 2 + etc. പ്ലസ് n ഈക്വൽ ടു n into n + 1/2. ഈ റിസൾട്ട് is true for every n belongs to n. അല്ലേ? ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. ഈ റിസൾട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്തതാണ്. എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി റിസൾട്ട് പ്രൂവ് ചെയ്യാറുള്ളത്? ഓർക്കുണ്ടോ? n = 1 ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിന് p of n എന്ന് പറയും. p of n equal to 1 + 2 + etc. plus n equal to n into n + 1/2 എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെന്റിന് p of n എന്ന് പേര്. Now what is p of 1? What is p of 1? 1 equal to 1 into 1 + 1/2. Is it true? So p of 1 is true. This is true. Now എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുക? p of k assume p of k equal to 1 + 2 + etc. plus k equal to k into k + 1/2. ഈ റിസൾട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഈ അസംഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? p of k + 1 is true ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. എങ്ങനെ? p of k + 1 equal to 1 + 2 + etc. plus k + 1, k + 1. We have to prove that this result hold. ഈ റിസൾട്ട് n equal to n ന് k + 1 ഉള്ളതുണ്ടാവുക k + 1 into k + 1 + 1/2 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ അസ്യൂം ചെയ്യും. യു ഹാവ് ടു പ്രൂവ് ദിസ് റിസൾട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യല്? നമ്മൾ ഈ അസംഷൻ ഉപയോഗിക്കും. നമുക്ക് 1 മുതൽ k വരെയുള്ള സം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ 1 to k ഉള്ള സമ്മിന് എന്ത് നമ്മൾ കൊടുക്കും? k into k + 1/2 എന്ന് കൊടുക്കും. സോ പ്ലസ് k + 1, നമുക്ക് രണ്ട് ടേമിനും k + 1 കോമൺ ആയിട്ട് എടുക്കുക. is equal to k + 1 into k/2 + 1. It's equal to k + 1 into k + 2/2 or k + 1 into k + 2/2. So that result hold for n equal to k + 1. ഇതിനാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഇതുവഴി നമ്മൾ ഒരുപാട് റിസൾട്ടുകളൊക്കെ ചെയ്തതാണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പുതിയ സാധാരണ വേർഷൻ, നമ്മളുടെ വേർഷൻ പറയാം. If p of 1 is true, first one. Second one, if for every k belongs to n, p of k is true, implies p of k + 1 is true, then p of n is true for every n belongs to n. ഇതാണ് നമുക്ക് ജനറലൈസ് ചെയ്ത് ഇതിൽ നിന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. കാരണം ഒന്നാമത്തെ p of 1 ട്രൂ ആണ്, p of k ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്താൽ p of k + 1 ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ you can say that the statement is true for every natural number. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഒരു ബേസിക് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണത്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഷോർട്ട് ഫോമിൽ എഴുതാണ്. if
S is a subset of natural numbers. One belongs to S. Second one, if K belongs to S, then K plus 1 belongs to S. If a subset N of S of natural numbers satisfies these two conditions, then S must be equal to the set of natural numbers. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ റിസൾട്ട്. നമുക്ക് ഈ രണ്ട് റിസൾട്ടും ഒന്നാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതെങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടെ ഈ റിസൾട്ട് ഒന്നാണ് എന്നല്ലെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ച് ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുക എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അതിന് വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ്, ഈ റിസൾട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റാൻ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തെടുത്താണ്. എന്താണ് എസ് നമ്മളിവിടെ ചെയ്യുക? ക്യാപിറ്റൽ എസ് ഈക്വൽ ടു എന്താണ് നിങ്ങൾക്ക് എസ് തോന്നുന്നത്? എസ് എന്തായാലും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. എസ് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റ് ആവണം, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, അങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ എസ് ഡിഫൈൻ ചെയ്യാൻ എങ്ങനെ നോക്കുക? എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n such that a certain condition holds. എന്തായിരിക്കും കണ്ടീഷൻ? നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ആണ് P of n is true. P of n is true. S is the set of all natural numbers for which the condition P of n holds. നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടിൽ n equal to 1 plus 2 plus etc. n equal to n into n plus 1 by 2 ഹോൾഡ് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. അതേപോലെ എന്താ S equal to set of all natural numbers such that P of n equal to true. P of n is true. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് റിസൾട്ട് P of n എപ്പോഴും ട്രൂ ആണെന്ന് പറയണം, എല്ലാ നാച്ചുറൽ നമ്പറും ശരിയാവണമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എസ്സിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S equal to n ആണ് പ്രൂവ് ചെയ്യേണ്ടത്. S equal to n എന്ന് പ്രൂവ് ചെയ്താൽ എസ്സിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. എസ്സിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ P of n ട്രൂ ആവുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനാണ്. സോ P of n is true for all natural numbers. അപ്പോൾ അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. ഇവിടെ 1 belongs to S ആണെന്ന് നോക്കുക. 1 belongs to S ആണ്. എന്താ നമുക്കറിയാം? P of 1 is true. P of n is true means that natural number belongs to S. So P of 1 is true means 1 belongs to S. അപ്പോൾ ഈ ആദ്യത്തെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? 1 belongs to S. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ കിട്ടുക? P of k is true എന്ന് പറഞ്ഞത് അർത്ഥം k belongs to S. K belongs to S implies k plus 1 belongs to S. ഇത് തന്നെയാണ്. Then by this result നമുക്ക് ഈ റിസൾട്ടിനെ ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി. അതായത് എസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, 1 എസ്സിലുണ്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, കെ എസ്സിലുണ്ടെങ്കിൽ k plus 1 എസ്സിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു. Then ഈ റിസൾട്ട് എന്താണ് പറയണത്? S must be n. Then S equal to n. S equal to n means that of all n belongs to S that P of n equal to true is n. That is P of n true of the natural numbers in a set. Whole natural numbers are true. That is P of n is true for all n belongs to. Okay. Then we are going 2 raised to n greater than 2n plus 1. The result is true or not? True or not? n equal to 1 number 2 greater than 3 ശരിയാവോ? n equal to 2 ആകുമ്പോഴോ 4 greater than 5 ശരിയാവോ?
the result is false. അല്ലേ? പക്ഷേ n greater than or equal to 3 കൊടുത്താൽ 2 raised to n greater than or equal to 2n plus 1. What is n equal to 3 ആകുമ്പോൾ 8 greater than 7. Yeah. ഇതിനടുത്ത് 16 ആണ്. ഇത് ഒറ്റ സംഖ്യകൾ എങ്ങനെ പോവുകയുള്ളൂ ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ഒറ്റ സംഖ്യകൾ എടുത്തോ. ഇത് 2 മൾട്ടിപ്ലൈ ഇരട്ടി ചെയ്യാൻ പോകും ഈ നമ്പർ ലെഫ്റ്റ് സൈഡ്. സോ ദിസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഈ റിസൾട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാൻ പറ്റുമോ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണ്ടേ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിന് എല്ലാവരും ശരിയാവണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പുതിയൊരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് ഈ ഫസ്റ്റ് കണ്ടീഷൻ P of n naught is true. Second one, for k greater than or equal to n naught, P of k, if P of k is true, then P of k plus 1 is true. Then P of n is true for all n belongs to. Mathematical induction last result ആണ് പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രോങ് ഇൻഡക്ഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രോങ് ഇൻഡക്ഷൻ? ഫസ്റ്റ് വൺ നമ്മളെ ഫസ്റ്റ് മെത്തേഡിലാണ് പറയുന്നത്. ഇഫ് വൺ ബിലോങ്സ് ടു ഇത്, സെക്കൻഡ് വൺ for k, sorry, 1 to etc. k belongs subset of k. If 1 to s ൽ 1 മുതൽ k വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ then k plus 1 belongs to it. ഇത് നേരത്തെ നമ്മുടെ വ്യത്യാസം kth ടേം ഉണ്ടെങ്കിൽ k plus 1th ടേം ഉണ്ടെന്നായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. 1x ലുണ്ട്, 1 മുതൽ k വരെയുള്ള മുഴുവൻ നാച്ചുറൽ നമ്പേഴ്സും x ലുണ്ട്. then k plus 1th ടേം belongs to. അത് then you have x equal to u. This result is called the principle of strong induction. Strong induction example ആയിട്ട് നമ്മൾ പറയാം ഫിബൊനാച്ചി സീക്വൻസ്. ഫിബൊനാച്ചി സീക്വൻസ് എങ്ങനെ പറയാം? ഫസ്റ്റ് ടേം ഒരു ടേം പറയണമെങ്കിൽ ഏത് ടേം ഉണ്ടെങ്കിൽ മുമ്പത്തെ ടേമിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അത് ഫസ്റ്റ് ടേം a1 equal to 1, a2 equal to 1, a3 equal to a1 plus 2. ഇങ്ങനെയാണല്ലോ ഫിബൊനാച്ചി സീക്വൻസ് പോകുന്നത്. അപ്പോൾ ak equal to ak plus 1 equal to ak plus ak minus 1 എന്നുണ്ട്. അപ്പോൾ k എന്ന് മാത്രം പോരാ, k minus 1 ടേം ശരിയായാൽ k plus 1 കുറിച്ച് പറയുകയാണെങ്കിൽ kth ടേമിനെ കുറിച്ച് പറഞ്ഞാൽ പോരാ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേമുകളെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ അത്തരം റിസൾട്ടിൽ ഒരു ടേം ഉപയോഗിച്ച് നമുക്ക് ആൻസർ പറയാൻ പറ്റാത്ത ഇൻഡക്ഷനിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രോങ് ഇൻഡക്ഷൻ.